ഫോൾഡർ നമ്മൾ പബ്ലിക്കിലും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അത് മറ്റുള്ള ഫേസ്ബുക്കിൽ അക്കൗണ്ടിലൊക്കെ മറ്റുള്ള ഫ്രണ്ട്സുകളൊക്കെ ഏത് രീതിയിലാണ് കാണുക എന്നുള്ളത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എൻ്റെ ഫേസ്ബുക്ക് ഞാനിവിടെ ലോഗൗട്ട് ചെയ്യാണ്. ലോഗൗട്ട് ചെയ്തതിന് ശേഷം ഞാനൊരു വേറൊരു ഫേസ്ബുക്ക് ഓപ്പൺ ആക്കി. ഈ ഒരു മെത്തേഡ് അറിയുന്നവർക്ക് എന്തായാലും ഇത് ലാഗ് അടിച്ചിട്ടുണ്ടാകും. കാരണം ഇത് ഞാൻ പറഞ്ഞല്ലോ 15 വർഷത്തോളം മുന്നുള്ള ഒരു ഫീച്ചറാണ്. ഇപ്പോഴും ചില ആളുകൾക്ക് ഇതിനെക്കുറിച്ച് അറിയാത്തത് കൊണ്ടാണ് ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഫേസ്ബുക്ക് ഒരു വീഡിയോ ആയിട്ടാണ്. ഇതിൻ്റെ മുമ്പത്തെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ എങ്ങനെയാണ് ഫേസ്ബുക്ക് വീഡിയോസ് എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യുക, അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ എങ്ങനെയാണ് ഡിസേബിൾ ചെയ്യുക, നമ്മളെ ഗ്രൂപ്പിൽ വരുന്ന നോട്ടിഫിക്കേഷൻ എങ്ങനെയാണ് സെപ്പറേറ്റ് ആയിട്ട് ഡിസേബിൾ ചെയ്യുക, അങ്ങനെ 1-2-3 ഫീച്ചറിനെ കുറിച്ചിട്ട് ഞാൻ ഇതിൻ്റെ മുമ്പത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞായിരുന്നു. ആ വീഡിയോയിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ഫേസ്ബുക്കിൽ നമുക്ക് നമ്മുടെ ഫോട്ടോസും വീഡിയോസും പബ്ലിക്കിലും ഫ്രണ്ട്സുകളൊന്നും കാണാത്ത രീതിയിൽ നമുക്ക് സേഫായിട്ട് ഫോൾഡറിൽ നമുക്ക് സേവ് ചെയ്ത് വെക്കുക എന്നുള്ളതിനെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോ തന്നെ നമുക്ക് ലെങ്ത്ത് കൂടിയ കാരണം ഞാൻ അതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ അത് നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ഫേസ്ബുക്കിൽ നമ്മളുടെ ഫോട്ടോസ് വീഡിയോസുകളൊക്കെ എങ്ങനെയാണ് സേഫായിട്ട് പിന്നെ പബ്ലിക്കിലൊന്നും കാണാത്ത രീതിയിൽ സെറ്റ് ചെയ്ത് വെക്കുക എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഇത് സംഭവം പറഞ്ഞു വരുമ്പോൾ ചില ആളുകൾ വിചാരിക്കും ഇതെന്താ ഇവനിപ്പോഴാണ് അറിഞ്ഞത്, ഇവനിക്ക് ഇപ്പോഴും 1980 ബസ് കിട്ടിയിട്ടില്ല എന്നൊക്കെ കമൻറ്റൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. ഇത് ഞാൻ പറഞ്ഞിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 15 വർഷത്തോളം ഞാൻ യൂസ് ചെയ്യുന്ന ഒരു ഫീച്ചറാണ്. അത് ഞാൻ ഏത് രീതിയിലാണെന്നുള്ളതൊക്കെ ഞാൻ എന്തായാലും ഇത് കാണിക്കാം. യൂസ്വലായിട്ട് 10 വർഷത്തോളം വർഷങ്ങളോളം യൂസ് ചെയ്യുന്ന ആളുകളാണ് ഫേസ്ബുക്ക്. അവർക്കൊന്നും ചില ഫീച്ചറുകൾ ഫേസ്ബുക്കിൽ എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് എന്നുള്ളത് അറിയില്ല. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോസാണ്. അപ്പോൾ അറിയുന്നവരാരും നെഗറ്റീവ് കമൻ്റായിട്ടൊന്നും വരണ്ട. അപ്പോൾ ഞാൻ എന്നെ കാണിക്കുക, ഞാൻ എന്നെ പറഞ്ഞിട്ടല്ലോ, ഞാൻ എന്നെ 15 വർഷത്തോളമായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഫീച്ചറാണ്. പിന്നെ ഗൂഗിളിൽ തന്നെ നമുക്ക് ധാരാളം ഇതിന് ആപ്ലിക്കേഷൻ ഉണ്ട്. ഞാനിപ്പോൾ എൻ്റെ ഡോക്യുമെൻ്റായിട്ടും നമ്മുടെ ഫോട്ടോസ് വീഡിയോസ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ 440 GB ഞാൻ എൻ്റെ ഫേസ്ബുക്കിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ഏത് രീതിയിലാണെന്നൊക്കെ ഞാൻ കാണിക്കാം. അത് ഞാൻ പബ്ലിക്കിലൊന്നും കാണാത്ത രീതിയിലാണ് അതെങ്ങനെയാണെന്നൊക്കെ കാണിക്കാം. ഇപ്പോൾ നമുക്ക് ഗൂഗിളിൽ തന്നെ നമുക്ക് ഗൂഗിൾ ഡ്രൈവ് ഉണ്ട്, അതുപോലെ തന്നെ ഗൂഗിൾ പിക്സൽ, ഗൂഗിൾ ഫോട്ടോസ്, അങ്ങനെയുള്ള കുറേ ഓപ്ഷന് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ 2011 2010 ഞാൻ ആ സമയത്ത് തന്നെ നമുക്ക് അന്ന് ഡിജി ലോക്കർ അതുപോലെ തന്നെ ഗൂഗിൾ ഡ്രൈവ് ഗൂഗിൾ പിക്സൽ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ പറഞ്ഞു എന്താണെന്ന് വെച്ചാൽ 2010 ഈവൻ ഈ വർഷങ്ങളോളം ഉപയോഗിക്കുന്ന ആളുകൾക്ക് പോലും ഈ ഒരു ഫീച്ചർ എന്താണെന്ന് പോലും അറിയാത്തത് കൊണ്ടാണ് ഞാനൊരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും എല്ലാം ഉദ്ദേശിച്ചത് അറിയുന്നവരുണ്ടാവും. ഈ ഒരു വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തുന്നത് നമ്മൾ ഫോൾഡറിൽ നമ്മളെങ്ങനെ ഫോട്ടോസ് ഉൾപ്പെടുത്തുക, അതുപോലെ തന്നെ നമ്മളുടെ ഫ്രണ്ട്സ് ലിസ്റ്റിൽ നമ്മളെ ഫ്രണ്ട്സിനെ എങ്ങനെയാണ് ഐഡി ചെയ്യുക, അതുപോലെ തന്നെ നമ്മളുടെ പ്രൊഫൈൽ എങ്ങനെയാണ് ലോക്ക് ചെയ്യുക എന്നതിനെ കുറിച്ചാണ്. അറിയുന്നവരെന്തായാലും ഉണ്ടെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്തിട്ട് പോയിക്കോളിയും പോകണതിൻ്റെ മുന്നേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളിട്ടോ. അപ്പോൾ വെറുതെ നിങ്ങൾക്ക് ലാഗ് അടിക്കും, നിങ്ങളുടെ ഡാറ്റ വെറുതെ പോകും. അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എന്നോ ചെയ്യേണ്ട ഒരു വീഡിയോസ് ആയിരുന്നു. ഇപ്പോൾ നമുക്ക് മിക്ക ആളുകൾക്കും ഇപ്പോൾ ഫോണിൽ പിന്നെ സ്റ്റോറേജ് ഇപ്പോൾ പിന്നെ സ്മാർട്ട് ഫോണുകളൊക്കെ നല്ല ക്വാളിറ്റിയിൽ നമ്മൾ ഒരു ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ 40, 45, 50 MB ആണ് ഒരു ഫോട്ടോസിന് വരുന്നത്. മിക്കതും 250 GB അതുപോലെ തന്നെ 128 അങ്ങനെയുള്ള പിന്നെ സ്റ്റോറേജ് ഉണ്ടെങ്കിൽ പോലും ഒരു 10-20 ഫോട്ടോ എടുക്കുമ്പോഴത്തേന് നമുക്ക് 1 GB അടുത്ത് പോകും. ഈവൻ നമ്മളൊരു പിന്നെ വീഡിയോസ് ആണെങ്കിൽ 4K വീഡിയോസ് ആണെങ്കിൽ ഒരു 1080 പിക്സൽ ഒരു 5 മിനിറ്റ് വരുന്ന ഒരു വീഡിയോസ് ആണെങ്കിൽ പോലും നമുക്ക് 4 GB 5 GB നമ്മളെ സ്റ്റോറേജ് പോകും. അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ എന്താ ഒരു നല്ലൊരു യൂസ്ഫുള്ളാണ് നമുക്ക് പിന്നെ ഈ ഒരു മെത്തേഡ് ഉപയോഗിക്കുക. നമുക്ക് ഫേസ്ബുക്ക് സ്റ്റോറേജ് ആയിട്ട് ഉപയോഗിക്കാം. ഇത് നമുക്ക് സെക്യൂർ ആണ് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ ഞാൻ 15 വർഷത്തോളമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഫീച്ചറാണ്. ഇന്ന് വരെ എനിക്ക് ഇത് ഫോട്ടോസ് മിസ്സാകുക അല്ലെങ്കിൽ നമുക്ക് പിന്നെ വേറെ ഒരു ബുദ്ധിമുട്ടോ വന്നിട്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ഈ ഗൂഗിൾ ഡ്രൈവ് ഗൂഗിൾ പിക്സലൊക്കെ നമുക്ക് ഇപ്പോൾ സമീപകാലത്താണല്ലോ വന്നുള്ളത്. ചില ആളുകളൊക്കെ ഇപ്പോൾ കമൻറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതിനാണല്ലോ ഗൂഗിൾ പിക്സലും ഗൂഗിൾ ഡ്രൈവ് ഒക്കെ ഇറക്കിയിട്ടുള്ളത്. ഇത് ഗൂഗിൾ ഇറക്കുന്നതിൻ്റെ മുന്നേ സ്മാർട്ട് ഫോൺ ഇറക്കുന്നതിൻ്റെ മുന്നേ നമുക്ക് ആൻഡ്രോയിഡൊക്കെ വരുന്നതിൻ്റെ മുന്നേ തന്നെ ഞാൻ ഈ ഫീച്ചർ ഉപയോഗിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. എനിക്ക് തോന്നുന്നു 2010 പിന്നെ ആൻഡ്രോയിഡും അതുപോലെ തന്നെ സ്മാർട്ട് ഫോണൊന്നും ഇല്ലല്ലോ. നമുക്ക് കീപാഡ് ഫോണായിരുന്നല്ലോ ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ നോക്കിയ N73 ആയിരുന്നു അന്ന് ഫേസ്ബുക്ക് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു സോഴ്സ് വഴിയാണ് ഞാൻ പിന്നെ കൂടുതലും ഞാൻ വിൻഡോസ് കമ്പ്യൂട്ടർ വഴി തന്നെയാണ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. നമുക്ക് കൂടുതലും മാർക്ക് ചെയ്തിട്ട് നമുക്ക് ഫേസ്ബുക്കിൽ സ്റ്റോർ ചെയ്ത് ആ രീതിയാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാനിത് എങ്ങനെയെന്ന് കാണിക്കുന്നതിന് മുന്നേ ഞാൻ എൻ്റെ ഫേസ്ബുക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കുക. ഞാൻ എത്ര GB വരെ ഞാൻ അതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ഏത് രീതിയിലാണ് എന്നുള്ളതൊക്കെ കാണിക്കുക.
ഇത് 100% സെക്യൂർ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനിപ്പോൾ പറഞ്ഞല്ലോ 15 വർഷത്തോളമായിട്ട് ഉപയോഗിച്ചിട്ട് ഇന്ന് വരും എനിക്ക് ഒരു പ്രോബ്ലമോ കാര്യങ്ങളോ ഉണ്ടായിട്ടില്ല. നമ്മൾ ഫേസ്ബുക്ക് നമ്മൾ മോണിറ്റൈസേഷൻ ചെയ്ത് കഴിഞ്ഞിട്ടാണെങ്കിൽ പിന്നെ നമ്മൾ ഇല്ലീഗലായിട്ടുള്ള ഫോട്ടോസ് അല്ലെങ്കിൽ കോപ്പിറൈറ്റ് വരുന്ന വീഡിയോസോ കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യുക കാര്യങ്ങളോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ഫേസ്ബുക്കിന് എന്തെങ്കിലും ബഗ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും എററോ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഫേസ്ബുക്ക് ലോഗിൻ ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ നമുക്ക് നമ്മുടെ ഫോട്ടോസും നമ്മുടെ ഡാറ്റയൊന്നും ആക്സസ് ചെയ്യാൻ കഴിയില്ല. അതിപ്പോൾ നമ്മളുടെ ഇമെയിൽ ഐ ഡി നമ്മൾ ഗൂഗിൾ ഡ്രൈവിലാണെങ്കിലും ആ ഒരു പ്രോബ്ലം വരും. നമുക്ക് ഇമെയിലുടെ പാസ്വേഡോ അല്ലെങ്കിൽ ഇമെയിലുടെ മറന്നു പോവുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ ഒരു ഇമെയിലിനെ ബേസ് ചെയ്തിട്ടാണല്ലോ ഒരു ഗൂഗിൾ ഡ്രൈവും ഗൂഗിൾ പിക്സലും കാര്യങ്ങളൊക്കെ ഉണ്ടാകുക. അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണല്ലോ നമുക്ക്. എന്ന പോലെ തന്നെ ഫേസ്ബുക്ക് നമ്മൾ ലോഗിൻ ചെയ്യാൻ പറ്റാത്ത സാഹചര്യങ്ങൾ വരുന്ന കുറേ പ്രോബ്ലങ്ങൾ വരാറുണ്ട്. നമ്മൾ മോണിറ്റൈസേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇല്ലീഗലായിട്ടുള്ള വീഡിയോസോ ഫോട്ടോസോ അല്ലെങ്കിൽ ഏതെങ്കിലും തെറ്റായിട്ടുള്ള കണ്ടൻറ്റൊക്കെ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫേസ്ബുക്ക് നമുക്ക് ബഗ് വന്നു കഴിഞ്ഞിട്ട് നമുക്കത് ലോഗിൻ ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം വന്നാൽ ഒരു പക്ഷേ നമ്മൾ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഡാറ്റയും കാര്യങ്ങളൊക്കെ തിരിച്ചെടുക്കാൻ ബുദ്ധിമുട്ടാവും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. എങ്ങനെയായാലും അങ്ങനെയൊന്നും ഉണ്ടാവാൻ ചാൻസ് ഇല്ല, നമ്മൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞെന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം പിന്നെ ഫേസ്ബുക്കിൽ ഞാൻ എങ്ങനെയാണ് അപ്ലോഡ് ചെയ്തിട്ടുള്ളതെന്ന് കാണിക്കാം. അത് നമുക്ക് ഫോണിലും കമ്പ്യൂട്ടറിലൊക്കെ കുറേ മെത്തേഡ് തന്നെയാണ്. ഞാൻ ജസ്റ്റ് കമ്പ്യൂട്ടറിൽ ആദ്യം കാണിക്കാം. നമുക്ക് സ്ക്രീൻ സൈസ് കുറച്ച് വ്യത്യാസം കാണുമ്പോൾ ഒരു ലാർജായിട്ട് തോന്നും, അത്ര തന്നെ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. നമുക്ക് അതിലെ ഓപ്ഷന് കാര്യങ്ങൾ എല്ലാം ഒരേപോലെ തന്നെ വരിക. അപ്പോൾ ഞാൻ ഗൂഗിൾ എടുത്തതിന് ശേഷം ഫേസ്ബുക്ക് ഓപ്പൺ ആക്കിയപ്പോൾ ലോഗിൻ ചെയ്തു. ഞാൻ ഓൾറെഡി ഇവിടെ സൈൻ ചെയ്തതാണ്, പാസ്വേഡും യൂസർ നെയിമും ഒക്കെ. ഇപ്പോൾ എൻ്റെ ഫേസ്ബുക്കിൻ്റെ ഹോം പേജ് ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ട്. ലെഫ്റ്റ് സൈഡിൽ പ്രൊഫൈൽ ഐക്കൺ ഓപ്പൺ ആക്കി, എൻ്റെ പ്രൊഫൈൽ ഇവിടെ ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. അതിന് ശേഷം നാലാമത്തെ ഒരു ഓപ്ഷനിൽ ഫോട്ടോസ് എന്നൊരു ഓപ്ഷൻ വരുന്നുണ്ട്, അത് ക്ലിക്ക് ചെയ്തു. തൊട്ട് താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ മൂന്നാമത്തെ ഒരു ഓപ്ഷൻ ആൽബംസ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ വരുന്നുണ്ട്, അത് ഓപ്പൺ ആക്കി. ഈ ആൽബംസ് എന്നുള്ള ഓപ്ഷനിൽ ഞാനിവിടെ ഈ ചെയ്തിട്ടുള്ള ഫോൾഡറുകൾ കാര്യങ്ങളൊക്കെയാണ് ഞാനിവിടെ സേവ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ സേവ് ചെയ്യുക എന്നുള്ളതൊക്കെ ഞാൻ കാണിക്കാം. പബ്ലിക്കിൽ കൊടുക്കാതെ ഫ്രണ്ട്സ് കാണാതെ നമുക്ക് മാത്രം കാണുന്ന രീതിയിലാണ് ഞാൻ എല്ലാം സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ ലാസ്റ്റ് അപ്ലോഡ് ചെയ്തിട്ടുള്ള ഫോട്ടോസ് വീഡിയോസുകളൊക്കെ നമുക്ക് ഇവിടെ കാണാം. അപ്പോൾ ഞാനിപ്പോൾ ഇത് 2025 184 ഫോട്ടോസും അതിൽ വീഡിയോസൊക്കെ ഉണ്ടാകും, എല്ലാം പാടെ ചേർത്തിട്ടാണ് 184 ഐറ്റംസ് എന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിപ്പോൾ ഞാനിപ്പോൾ സമീപം 2 ദിവസത്തിൻ്റെ മുന്നേ ഞാൻ ചെയ്തിട്ടുള്ള ഫോൾഡറാണ്. അതുപോലെ തന്നെ ഓരോ ഫോൾഡറും നമ്മൾ എപ്പോഴൊക്കെയാണ് ചെയ്യുന്നത് അതിൻ്റെ ഡേറ്റ് ടൈം കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടാവും. അപ്പോൾ ഞാൻ തൊട്ട് താഴേക്ക് സ്ക്രോൾ ചെയ്ത് വരാം. ഓരോ ഫോൾഡറും ഇതിനകത്തും നമുക്ക് എത്ര ഐറ്റംസുകൾ ഉണ്ടെന്നൊക്കെ നമുക്ക് ഇവിടെ നോക്കി കാണും. അപ്പോൾ അതവിടെ ഓരോ ഫോട്ടോസിനും 41, അതുപോലെ തന്നെ 19. അപ്പോൾ ഇവിടെ ഈ 266 ഐറ്റംസ് ആയിട്ടുള്ള ഒരു ഫോൾഡർ ഉണ്ട്. അത് ജസ്റ്റ് ഞാനൊന്ന് ഓപ്പൺ ആക്കാം. അപ്പോൾ ആ ഫോൾഡർ ഇവിടെ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. അതിലത്തെ ഫോട്ടോസുകളൊക്കെ ഇവിടെ ഷോ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഏത് സമയത്താണ് നമ്മൾ ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്തിരിക്കണം എന്നുള്ളതൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് തൊട്ട് മുകളിൽ തന്നെ നമുക്ക് ആ ഫോൾഡറിൻ്റെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഡേറ്റും ടൈമും കാണാം. ജസ്റ്റ് അതല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ ജസ്റ്റ് ഒരു ഫോട്ടോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ റൈറ്റ് സൈഡിൽ നമുക്ക് ഇവിടെ നോക്കിയാൽ കാണും 27 ഒക്ടോബർ 2012. 2012 സ്റ്റോർ ചെയ്തിട്ടുള്ള ഫോട്ടോസാണിത്. 2012 എന്നുള്ളത് നമുക്ക് ഈ ഒറ്റ നോട്ടത്തിൽ തന്നെ ഈ ഫോട്ടോ കണ്ടാലേ ബാക്ക്ഗ്രൗണ്ടിൽ CRT മോണിറ്റർ ഇവിടെ ചെതറി കിടക്കുന്നുണ്ട്, അതും വൈറ്റ് കളറ്. ആ സമയത്തൊക്കെ CRT മോണിറ്റർ ഞാൻ അന്നൊക്കെ ഈ ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളതൊക്കെ കമ്പ്യൂട്ടർ വഴി തന്നെയാണ്, വിൻഡോസ് XP ആണെന്ന് ഉപയോഗിച്ചിട്ടുള്ളത്. അന്നൊന്നും നമുക്ക് ഇന്നത്തെ പോലത്തെ നെറ്റും കാര്യങ്ങളൊന്നും അവൈലബിൾ അല്ലല്ലോ. അപ്പോൾ അന്നൊക്കെ ഒരു ഡാറ്റ 1 GB ഡാറ്റയൊക്കെ നമുക്ക് ഒരു മാസത്തിനേക്കാറുണ്ടാവുക. അല്ലെങ്കിൽ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എയർടെൽ ഐഡിയ ഒക്കെ സ്ക്രാച്ച് കാർഡ് വാങ്ങിയിട്ടായിരുന്നു ഞാൻ ഇതുപോലെയൊക്കെ സേവ് ചെയ്തിട്ടുള്ളത്. അത് നമുക്ക് ഫോൾഡർ കണക്കിന് മാർക്ക് ചെയ്തിട്ട് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും എററോ കാര്യങ്ങളൊക്കെ അന്നൊക്കെ 3G കൂടി ആയിട്ടില്ല, 2G ആണ്. അങ്ങനെ 15 രൂപക്കൊക്കെ നമുക്ക് എയർടെല്ലിൻ്റെയും അതുപോലെ തന്നെ ഐഡിയയുടെ ഒക്കെ നമുക്ക് സ്ക്രാച്ച് കിട്ടും. ഒരു 512 MB ഒക്കെ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ 140 MB അങ്ങനത്തെ ഒക്കെ വാങ്ങിച്ചിട്ട് ചെയ്തിട്ടുള്ള ഇതാണ്. അത്രയും കഷ്ടപ്പെട്ടിട്ട് അന്നത്തെ സമയത്തൊക്കെ ചെയ്തിട്ടുള്ള സ്റ്റോർ ചെയ്തിട്ടുള്ള ഫോട്ടോസുകളാണ്. അപ്പോൾ പറഞ്ഞു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഫോണിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, നമ്മുടെ ഫോണിൽ സ്റ്റോറേജ് ഇപ്പോൾ ഒരു ഫോട്ടോ എടുത്ത് കഴിഞ്ഞാൽ 50 MB വരുന്ന ഫോട്ടോസാണെങ്കിൽ ഒരു 20-25 നമ്മൾ ചെയ്യുന്ന സമയത്ത് സ്റ്റോറേജ് ഫുള്ളാവും. അപ്പോൾ നമ്മൾ അത്യാവശ്യം വേണ്ട ഫോട്ടോസുകളും വേണ്ടാത്ത ഫോട്ടോസുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ സ്റ്റോറേജ് ഫുള്ളായത് കാരണം നമ്മൾ സാധാരണ ഡിലീറ്റ് ചെയ്യാറാണ് പതിവ്.
അപ്പോൾ നമുക്ക് ഇതൊക്കെ മാർക്ക് ചെയ്തിട്ട് 100 200 ഫോട്ടോസുകൾ മാർക്ക് ചെയ്തിട്ട് നമുക്ക് ഫേസ്ബുക്കിൽ ഇതേപോലെ ഫോൾഡറിൽ നമ്മൾ സേവ് ചെയ്തിട്ട് ഇടുകയാണെങ്കിൽ അതെങ്ങോട്ടും പോകില്ല. ഗൂഗിൾ ഡ്രൈവിലൊക്കെ നമുക്ക് പറഞ്ഞല്ലോ 15 GB അടുത്തുള്ളൂ നമുക്ക് ഫ്രീ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗൂഗിൾ ഡ്രൈവിൽ നമ്മൾ പർച്ചേസ് ചെയ്യണം 30 GB 50 GB ഒക്കെ, അതൊരു മാസത്തിന് ഒരു കൊല്ലത്തിനൊക്കെ. അത് എങ്ങനെയാണെന്നുള്ളതൊക്കെ ഞാൻ കാണിക്കാം. അപ്പോൾ നമ്മൾ എന്താ വെച്ചാൽ ഇതാണ് ഇപ്പോൾ ഞാൻ ഒരു ഫോൾഡർ, ഞാൻ ഒന്നുകൂടി ബാക്ക് പോകാൻ കേട്ടോ. ഇത്രയും ഐറ്റംസുകൾ ഞാൻ സേവ് ചെയ്തിട്ടുള്ളതാണ്. ഇതിലേറ്റവും ഫസ്റ്റ് അപ്ലോഡ് ചെയ്ത ഫോട്ടോസ് ഏതാണെന്നുള്ളത് നമുക്ക് കാണാം. 2011 അപ്ലോഡ് ചെയ്തിട്ടുള്ള ഫോട്ടോസുകളാണ് കേട്ടത്. ഇവിടെ നോക്കിയാൽ മനസ്സിലാവും നവംബർ 2011. അന്നത്തെയൊക്കെ സമയത്ത് ഒരു ട്രെൻഡായിരുന്നു ഇതുപോലെ ഉള്ള ഫോട്ടോസ് കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതൊക്കെ അന്ന് അങ്ങനെ സേവ് ചെയ്തിട്ടാണ്. നമുക്ക് ഭയങ്കര നൊസ്റ്റാൾജിയാണ്. നമുക്ക് ഏത് രീതിയിലുള്ള ഫോട്ടോസ് നമ്മൾ ചിലപ്പോൾ ആവശ്യമില്ലാതെ നമ്മൾ പുറത്തുനിന്ന് നമ്മൾ ഫ്രണ്ട്സുമായിട്ടൊക്കെ എടുക്കുന്ന ഫോട്ടോസുകളൊക്കെ നമ്മൾ ചിലപ്പോൾ കുറേ കഴിയുമ്പോൾ നമ്മൾ ഫോൺ സ്റ്റോറേജ് ഫുള്ളായി കഴിഞ്ഞാൽ ഡിലീറ്റ് ചെയ്യാറാണ് പതിവ്. അപ്പോൾ അതൊക്കെ നമ്മൾ വെറുതെ ജസ്റ്റ് മാർക്ക് ചെയ്തിട്ട്, ഇപ്പോഴൊക്കെ ആകുമ്പോൾ നെറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് വൈഫൈ കാര്യങ്ങളൊക്കെ ഉള്ളതല്ല. അപ്പോൾ ജസ്റ്റ് എല്ലാം മാർക്ക് ചെയ്തിട്ട് ഒരു ക്ലിക്കിൽ തന്നെ നമുക്ക് ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്യാം. അത് നമുക്ക് മിനിമൈസ് ചെയ്തിട്ട് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് അത് ബാക്ക്ഗ്രൗണ്ടിൽ അപ്ലോഡ് ആയിക്കോളും. നെറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അവിടെ പൗസ് ചെയ്ത് നിന്നോണ്ട് നെറ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഒന്നും നമുക്ക് എററോ കാര്യങ്ങളൊന്നും വരില്ല. ധൈര്യമായിട്ട് നമുക്ക് സേഫായിട്ട് അപ്ലോഡ് ആകും. അത് അപ്ലോഡ് ആയി കഴിഞ്ഞിട്ട് നമ്മൾ ഇത് ഏത് രീതിയിലാണ് നമ്മൾ ഫോൾഡർ ക്രിയേറ്റ് ചെയ്യേണ്ടത്, പബ്ലിക്കിൽ കാണാത്ത രീതിയിൽ എങ്ങനെ ആക്കണത്, അതൊക്കെ ഞാൻ എന്തായാലും കാണിക്കട്ടെ. അതൊക്കെയാണ് മെയിനായിട്ട് അറിയേണ്ട പോയിന്റ്. അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഫോട്ടോസ്, നമ്മളെ പേഴ്സണലായിട്ടുള്ള ഫോട്ടോസ്, വീഡിയോസ്, അതുപോലെ തന്നെ ഡാറ്റ, അത് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നമ്മളത് ചെയ്യുന്ന രീതിയിൽ നമ്മൾ പബ്ലിക്കിലോ അല്ലെങ്കിൽ ഫ്രണ്ട്സിലോ അറിയാതെ മാർക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഡാറ്റയും കാര്യങ്ങളൊക്കെ മിസ്യൂസ് ആവാനും ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ നല്ല രീതിയിൽ സേഫ് ആക്കിയതിന് ശേഷമുള്ളൂ നമുക്കിതൊക്കെ അപ്ലോഡ് ചെയ്യാൻ പറ്റുക. അപ്പോൾ എന്തായാലും ഞാനത് ഫോണിൽ തന്നെ കാണിക്കാം ഏത് രീതിയിലാണെന്നുള്ളതൊക്കെ. അപ്പോൾ ഏറെക്കുറെ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവുമെന്ന് വെച്ചാൽ ടോട്ടൽ ഇവിടെ മുകളിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാം 412 GB ഇവിടെ ഇപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ഇനി ഫോണിലേക്ക് വരാം. അപ്പോൾ നമ്മൾ അടുത്തത് ഇതെങ്ങനെയാണ് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് കാണിക്കാൻ പോണത്. ഞാനിപ്പോൾ ഇത് ഫോണിലാണ് കാണിക്കുന്നത്. കൂടുതൽ ആളുകളും ഇപ്പോഴൊക്കെ ആദ്യമൊക്കെ ആയിരുന്നു കമ്പ്യൂട്ടറിൽ ഫേസ്ബുക്ക് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. 2012 13 ആ ടൈമിനൊക്കെ ശേഷം സ്മാർട്ട് ഫോണും ആൻഡ്രോയിഡൊക്കെ വന്നതിന് ശേഷം കൂടുതൽ ആളുകളും ഫേസ്ബുക്ക് ഫോണിലായി. ഇപ്പോൾ ആദ്യമൊക്കെ കമ്പ്യൂട്ടറിലായിരുന്നല്ലോ ഉപയോഗിച്ചിരുന്നത്. കമ്പ്യൂട്ടർ വെർഷനായിരുന്നു ഫേസ്ബുക്ക്. അപ്പോൾ ഫോണിൽ കമ്പ്യൂട്ടറിലൊക്കെ ഒരേ മെത്തേഡ് തന്നെയാണ്, ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ ഒരേപോലെ തന്നെയാണ്. ഞാൻ ജസ്റ്റ് ഇപ്പോൾ ഫോണിൽ കാണിക്കും. അപ്പോൾ ഞാനിവിടെ ഒരു പുതിയൊരു ഫേസ്ബുക്ക് അക്കൗണ്ട് ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ട് ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട്. ഞാൻ എൻ്റെ ഫേസ്ബുക്കിൽ ഓപ്പൺ ആക്കി കാണിക്കുമ്പോൾ ഞാൻ എൻ്റെ ഫേസ്ബുക്കിൻ്റെ സെറ്റിങ്സിലൊക്കെ നമ്മൾ കസ്റ്റമൈസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ കൂടുതൽ ആളുകളും പ്ലേ സ്റ്റോറിൽ നിന്ന് ഫേസ്ബുക്ക് ഡൗൺലോഡ് ചെയ്യും. ഒരു പുതിയൊരു ഫേസ്ബുക്ക് ആണെങ്കിലും അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്യും. അത് സെറ്റിങ്സിൽ മാറ്റങ്ങളൊന്നും വരുത്താതെ. കാരണം മിക്ക ആളുകളുടെയും ഒരു 80% ആളുകളുടെയും അങ്ങനെയാണ് ഞാൻ കണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ സെറ്റിങ്സിൽ കസ്റ്റം ചെയ്തിട്ടുണ്ടാവില്ല. നമുക്ക് പബ്ലിക്കിൽ കൊടുക്കേണ്ടത് നമ്മളെ ഫ്രണ്ട്സുകൾ ഏത് രീതിയിലാണ് കാണുന്നുണ്ട് ആ രീതിയിലൊന്നും ആരും സെറ്റ് ചെയ്യാറില്ല. അപ്പോൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത പാടെ എങ്ങനെയാണ് ഫേസ്ബുക്ക് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അതേ രീതിയിലാണ് ഇപ്പോൾ ഞാൻ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഫേസ്ബുക്കും ഏറെക്കുറെ ഈ ഒരു രീതിയിൽ തന്നെ ആവും ഉണ്ടാകുക. അപ്പോൾ ഞാനിവിടെ ഒരു ഫേസ്ബുക്ക് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് ക്രിയേറ്റ് ചെയ്തിട്ട് ഒരു പ്രൊഫൈൽ പിക്ചർ വെച്ച് ജസ്റ്റ് ഒരു നെയിമും കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഫ്രണ്ട്സോ അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളോ ഒന്നുമില്ല. ഒക്കെ വിത്തൗട്ടാണ്. ഒരു ഫ്രണ്ട്സ് പോലും ഇതിൽ ആഡ് ചെയ്തിട്ടില്ല. ഒരു ഫ്രഷ് ഫേസ്ബുക്ക് നമ്മൾ ക്രിയേറ്റ് ചെയ്ത എങ്ങനെ അതേപോലെയാണ് ഇപ്പോൾ ഈ ഒരു ഇൻ്റർഫേസ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിപ്പോൾ ഈ ടൈം ലൈനിൽ വന്നിട്ടുള്ള ന്യൂസ് ഫീഡ് കാര്യങ്ങളൊക്കെ പേജുകളിൽ നിന്ന് വന്നതാണ് കേട്ടോ. ഇതൊക്കെ പേജിൽ നിന്ന് വന്നതാണ്. ഇത് ഫ്രണ്ട്സ് ഷെയർ ചെയ്തതോ കാര്യങ്ങളൊന്നും അല്ല. അപ്പോൾ ഞാൻ ഈ ഒരു ഫേസ്ബുക്കിൻ്റെ പ്രൊഫൈൽ പിക്ചർ ഓപ്പൺ ആക്കി. അതുപോലെ തന്നെ കുറച്ച് താഴെ കുറച്ച് ആഡ് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞിട്ട് അക്കൗണ്ടുകൾ ഇവിടെ നമുക്ക് സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ഫേസ്ബുക്ക് തന്നെ നമുക്ക് സജസ്റ്റ് ചെയ്യുന്നതാണ്. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ എൻ്റെ ലൊക്കേഷൻ്റെ പരിധിയിൽ നമ്മൾ വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്ത ഫേസ്ബുക്ക് ആയതുകൊണ്ട് നമുക്ക് ഒരു 30-50 കിലോമീറ്റർ ചുറ്റളവിലുള്ള ഫേസ്ബുക്ക് യൂസേഴ്സിൻ്റെ അക്കൗണ്ടിൻ്റെ ഒക്കെ സജസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഇപ്പോൾ ഈ കാണുന്ന വ്യക്തികളൊക്കെ ഞാൻ അറിയുന്ന ആളുകളാണ്. അപ്പോൾ നമ്മൾ ഈ ലൊക്കേഷൻ്റെ പരിധിയിൽ ചുറ്റളവിലുള്ള ആളുകളാണ്. അപ്പോൾ ഇതൊന്നും ഇവിടേക്കൊന്നും ഞാൻ പോകണില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇത് പറഞ്ഞു എന്നുള്ളൂ. നമ്മളിപ്പോൾ ടോപ്പിക്ക് അതല്ല, നമുക്ക് എങ്ങനെയാണ് ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുക, ഫോട്ടോസ് എങ്ങനെ അപ്ലോഡ് ചെയ്യുക എന്നാണ് നമ്മളുടെ ടോപ്പിക്ക്. സോ അപ്പോൾ നമുക്കത് നേരെ എങ്ങനെയാണെന്നുള്ളത് നോക്കാം.
അപ്പോൾ നമുക്ക് പിന്നെ ഒന്നും കൂടി ബാക്ക് പോകാം. നമ്മളുടെ എൻ്റർപ്രൈസ് ഈ രീതിയിലാണ് വരിക, നമ്മൾ ഹോം പേജ്. അപ്പോൾ നമ്മൾ പ്രൊഫൈൽ ഐക്കൺ ഒന്നും കൂടി പ്രസ് ചെയ്തു. അപ്പോൾ നമ്മൾ തൊട്ട് താഴേക്ക് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് പോസ്റ്റ് ഫോട്ടോസ് വീഡിയോസ് എന്ന് പറഞ്ഞിട്ട് ഒരു 3 ഓപ്ഷൻ വരുന്നുണ്ട്. അതിൽ നമ്മൾ ഫോട്ടോസ് ക്ലിക്ക് ചെയ്യാം. ഇതേ രീതി തന്നെയാവും നിങ്ങളുടെയൊക്കെ ഫേസ്ബുക്കിൽ. ഒന്നും മാറ്റങ്ങളോ കാര്യങ്ങളോ ഒന്നും വരില്ല. നമ്മൾ ഫോണിൽ ചെയ്യുമ്പോഴും കമ്പ്യൂട്ടറിൽ ചെയ്യുമ്പോഴൊക്കെ ഇതേ മെത്തേഡ് തന്നെയാവും. കമ്പ്യൂട്ടറിലാകുമ്പോൾ കുറച്ച് ലാർജ് സ്ക്രീന് കുറച്ച് സൈസ് ആവും. അപ്പോൾ ഒന്നും കൂടി ഇതിൽ ഉൾപ്പെടുത്താത്ത ഓപ്ഷനും കാര്യങ്ങളൊക്കെ അതിൽ ഉൾപ്പെടും. അത്ര തന്നെ ഉള്ളൂ. വേറെ നെയിമോ കാര്യങ്ങളോ ഒന്നും മാറ്റങ്ങളൊന്നുമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണ്, ഫോട്ടോസ് ക്ലിക്ക് ചെയ്തു. ഫോട്ടോസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ യുവർ ഫോട്ടോസ് ആൻഡ് വീഡിയോസ് എന്ന് പറഞ്ഞിട്ട് തൊട്ട് താഴെ പിന്നെ ഒരു 3-4 ഓപ്ഷൻ വന്നിട്ടുണ്ട്. അത് നമ്മൾ കുറച്ച് ലെഫ്റ്റ് സൈഡിലേക്ക് ഡ്രാഗ് ചെയ്യുന്ന സമയത്ത് ആൽബം എന്ന് പറഞ്ഞിട്ട് ഒരു ഫോൾഡർ കാണാം. അത് ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പം നമ്മൾ ഇതിൽ ഒരു ജസ്റ്റ് ഒരു പിന്നെ നമ്മളെ ബാക്ക്ഗ്രൗണ്ട് ഫോട്ടോസും നമ്മളെ പ്രൊഫൈൽ പിക്ചറും മാത്രമാണുള്ളത് നമ്മളിപ്പോൾ ഈ ഒരു ഫേസ്ബുക്കിൽ യൂസ് ചെയ്തിട്ടുള്ളത്. അതിപ്പോൾ നമുക്ക് ഈ ആൽബത്തിൽ വന്നിട്ടുണ്ട്. അതിൽ നമുക്കൊരു പ്ലസ് ഐക്കൺ കണ്ടിട്ട് ഒരു ക്രിയേറ്റ് ആൽബം എന്നൊരു പ്ലസ് ഐക്കൺ ഉണ്ടല്ലോ, അത് നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ആൽബം ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാൻ ഉള്ള ഒരു ഓപ്ഷനാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആ ഒരു ഫോൾഡറിന് നമുക്ക് എന്താ നെയിം കൊടുക്കേണ്ടത് വെച്ചെങ്കിൽ അത് നെയിം കൊടുക്കുക. ഞാൻ ജസ്റ്റ് ഇവിടെ ടെസ്റ്റിംഗ് മാത്രമേ കൊടുക്കുന്നത്. നമ്മളൊരു ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുകയാണല്ലോ. ടെസ്റ്റിംഗ് കൊടുത്തു. അപ്പോൾ നമ്മൾ തൊട്ട് താഴെ ഒരു പബ്ലിക് എന്നുള്ളൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഈ ഒരു ഓപ്ഷനാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഓപ്ഷൻ. ഇത് നമ്മൾ മാറ്റം വരുത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു പിന്നെ ഫോൾഡറിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഫോട്ടോസ് വീഡിയോസൊക്കെ നമ്മളെ ഫ്രണ്ട്സ് മാത്രമല്ല, നമ്മളെ ഫ്രണ്ട്സ് അല്ലാത്ത ആളുകളും പബ്ലിക്കിലുള്ള ആളുകൾ നമ്മളെ ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ സജസ്റ്റ് ചെയ്യുന്ന ഫേസ്ബുക്ക് ഒരു പുതിയൊരു ക്രിയേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മളെ ഫോട്ടോസ് വന്നു കഴിഞ്ഞാൽ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ ഫോൾഡറിൽ കയറി കഴിഞ്ഞിട്ട് നമ്മളെ ഫോട്ടോസ് വീഡിയോസുകളൊക്കെ പേഴ്സണലായിട്ടുള്ള എല്ലാ ഡാറ്റകളും ആക്സസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ചാൻസ് ഉണ്ടെന്നല്ല, ചാൻസാണ്. കാരണം പബ്ലിക്കാണല്ലോ. അപ്പോൾ മീൻസ് ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഈ പബ്ലിക്ക് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഈ പബ്ലിക്ക് ഒന്ന് ക്ലിക്ക് ചെയ്ത് ചെയ്തതിന് ശേഷം നമുക്കിവിടെ 4 ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഈ 4 ഓപ്ഷൻ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടാമത്തെ ഓപ്ഷൻ ഫ്രണ്ട്സ് എന്ന് വന്നിട്ടുണ്ട്. ഇത് നമ്മളെ ഫേസ്ബുക്കിൽ ഇപ്പോൾ ഒരു 1000 ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ആ 1000 ഫ്രണ്ട്സിനും നമ്മളെ പിന്നെ പ്രൊഫൈലിൽ കയറി കഴിഞ്ഞാൽ നമ്മുടെ ഈ ഫോൾഡർ കാണാം. അവർക്ക് വേണമെങ്കിൽ നമുക്ക് കാണാം. അപ്പോൾ നമുക്ക് പുറത്തുള്ള ആളുകൾ നമ്മളെ ഫ്രണ്ട്സ് അല്ലാത്ത ആളുകൾക്ക് അത് കാണില്ല. അതിനാണ് അത് കൊടുത്തിട്ടുള്ളത്. പിന്നെ മൂന്നാമത് പറഞ്ഞിട്ടുള്ളത് ഫ്രണ്ട്സ് ആൻഡ് അക്സെപ്റ്റ്. ഇത് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഞാൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഇതിൽ ഓൾറെഡി ഇതിൽ ഫ്രണ്ട്സ് കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് നോ ഫ്രണ്ട്സ് ടു ഷോ എന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഒരു 1000 ഫ്രണ്ട്സിൻ്റെ ഫേസ്ബുക്കിലുണ്ടെങ്കിൽ ആ 1000 ഫ്രണ്ട്സിൻ്റെയും പേരും അതുപോലെ തന്നെ ഫോട്ടോസും ഇവിടെ ഷോ ആയി വന്നിട്ടുണ്ടാവും. ഇതിലിപ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു ഫ്രണ്ട്സ് പോലും ഇല്ലാത്തതുകൊണ്ടാണ് അങ്ങനെ വന്നിട്ടുള്ളത്. അപ്പോൾ ആ 1000 ഫ്രണ്ട്സിൽ നമുക്ക് ഏതൊക്കെ ഫ്രണ്ട്സിന് മാത്രം കാണാം എന്നുള്ളത് അവിടെ ഒരു ടിക്ക് മാർക്ക് വന്നിട്ടുണ്ടാവും. അത് നമുക്ക് ടിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് അത് മാത്രം കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് 1000 ഫ്രണ്ട്സിൽ 3 ഫ്രണ്ട്സ് മാത്രം കണ്ടാൽ മതിയെങ്കിൽ ആ 3 ഫ്രണ്ട്സിന് അവിടെ ടിക്ക് ചെയ്ത് കൊടുത്തിട്ട് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ആ 3 ഫ്രണ്ട്സിന് മാത്രമേ കാണുള്ളൂ. അതാണ് മൂന്നാമത്തെ ഓപ്ഷൻ. നാലാമത്തെ ഓപ്ഷൻ വന്നിട്ടുള്ളത് ഓൺലി മീ. ഇതാണ് നമ്മൾ ചെയ്തു വെക്കേണ്ടത്. ഇത് നമ്മളെ പേഴ്സണലായിട്ടുള്ള ഡാറ്റയും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമ്മൾ പിന്നെ ഈ ഓൺലി മീ എന്നുള്ളത് സെലക്ട് ചെയ്യുക. ഇത് നമുക്ക് മാത്രമേ കാണാൻ പറ്റുള്ളൂ. നമ്മളെ ഫേസ്ബുക്ക് ഓപ്പൺ ആക്കിയിട്ട് നമ്മൾ ഈ ആൽബത്തിൽ കയറി കഴിഞ്ഞാൽ നമ്മളതിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ള ഫോട്ടോസ് നമുക്ക് ഡൗൺലോഡ് ചെയ്യും, എന്ത് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ഞാൻ ഇപ്പോൾ ഈ ഒരു ഫോൾഡർ ഞാൻ ഓൺലി മീ ആക്കിയിട്ടുണ്ട്. ജസ്റ്റ് ബാക്കിലോട്ട് പോയി ഇപ്പോൾ നമുക്ക് തൊട്ട് മുകളിൽ ക്രിയേറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ വരുന്നുണ്ട്. അത് ക്രിയേറ്റ് കൊടുത്തു. അത് ക്രിയേറ്റ് കൊടുക്കുന്നതോട് കൂടിയിട്ട് ഇവിടെ നമുക്ക് ടെസ്റ്റിംഗ് MT എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫോൾഡർ ഇവിടെ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. അപ്പോൾ അത് ഓപ്പൺ ആയി കഴിഞ്ഞാൽ നമ്മൾ ഫോട്ടോസ് കാര്യങ്ങളൊന്നും അപ്ലോഡ് ചെയ്തിട്ടില്ല. അത് നമുക്ക് ഫോട്ടോസ് അപ്ലോഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് വന്നിട്ടുള്ളത്. ആഡ് ഫോട്ടോസ് വീഡിയോസ് എന്ത് ഡോക്യുമെൻ്റ് ആണെങ്കിലും നമുക്കതിൽ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഞാൻ രണ്ടാമത് ഒരു ഫോൾഡറും കൂടി ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഞാൻ ക്രിയേറ്റ് ആൽബം കൊടുത്തു. ഇത് ഞാൻ അപ്പോൾ ഈ ഒരു ഫോൾഡറിന് ഞാൻ കൊടുക്കുന്ന നെയിം ടെസ്റ്റിംഗ് 2 എന്നാണ്. നമുക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഏത് രീതിയിലൊക്കെയാണ് എങ്ങനെയൊക്കെ കാണുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ടെസ്റ്റിംഗ് 2 ഇത് ഞാൻ ഒന്നും മാറ്റങ്ങളൊന്നും വരുത്തുന്നില്ല. ഞാൻ പബ്ലിക്കിലാണ് കൊടുക്കുന്നത്. പബ്ലിക്കിലാണ് കൊടുത്തിട്ടുള്ളത്. ഞാൻ ക്രിയേറ്റ് കൊടുത്തു. അപ്പോൾ നമ്മളിവിടെ 2 ഫോൾഡർ ഇവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഫസ്റ്റ് നമ്മൾ ഓൺലി മീ ആക്കിയിട്ടുള്ള നമുക്ക് മാത്രം കാണാൻ പറ്റുന്ന ഫോൾഡർ ഞാൻ ഓപ്പൺ ചെയ്തു. അത് ഓപ്പൺ ചെയ്തപ്പോൾ നമുക്ക് തൊട്ട് മുകളിൽ തന്നെ ഒരു ലോക്കിൻ്റെ ഐക്കണൊക്കെ അവിടെ വന്നിട്ടുണ്ട്, ഓൺലി മീ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഇതിൽ നമ്മൾ പേഴ്സണലായിട്ടുള്ള നമ്മളെ ഫോട്ടോസ് വീഡിയോസ് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് മാത്രമേ ഉള്ളൂ അത് പിന്നെ ആക്സസ് ചെയ്യാനും ഡൗൺലോഡ് ചെയ്യാനും കാണാനൊക്കെ പറ്റുക. അപ്പോൾ നമ്മൾ ഇതിലൊരു 3 ഫോട്ടോസ് ഞാൻ എങ്ങനെയാണ്
സേവ് ചെയ്ത് വെക്കാൻ നോക്കാം. അപ്പോൾ നമുക്ക് തൊട്ട് താഴെ ആഡ് ഫോട്ടോസ് വീഡിയോസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഞാനിവിടെ 3 ഫോട്ടോസ് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 3 ഫോട്ടോസ് അത് മാർക്ക് ചെയ്ത പോലെ നമുക്ക് നമ്മുടെ ക്യാമറ വെച്ചിട്ടുള്ള ഏത് വീഡിയോസ് ആണെങ്കിലും നമ്മുടെ ഗാലറിയിലുള്ള ഏത് ഫോട്ടോസ് വീഡിയോസ് ആണെങ്കിലും ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് നമ്മൾ നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അത് നമുക്ക് പിന്നെ ഓട്ടോമാറ്റിക്കായിട്ട് അതങ്ങനെ അപ്ലോഡ് ആയിക്കോളും. നമ്മൾ പിന്നെ അത് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ അത് വൈഫൈയോ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് എത്ര GB ആണെങ്കിലും നമുക്കത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ഫേസ്ബുക്ക് ആ ഫോട്ടോയിൽ അപ്ലോഡ് ആയി കിടക്കും. അപ്പോൾ പിന്നെ അതിന് ശേഷം നമുക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് ഗാലറിയിൽ നിന്ന് നമുക്ക് ആ ഫോട്ടോസുകളൊക്കെ നമുക്ക് ഡിലീറ്റ് ചെയ്യാം. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഫേസ്ബുക്കിൽ നോക്കിക്കഴിഞ്ഞാൽ അതവിടെ സേവായി കിടക്കുന്നുണ്ടാവും. അപ്പോൾ ഞാൻ 3 ഫോട്ടോസ് ഇവിടെ സെലക്ട് ചെയ്തിട്ട് നെക്സ്റ്റ് കൊടുത്തു. നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവിടെ പോസ്റ്റ് എന്നൊരു ഓപ്ഷൻ വരുന്നുണ്ട്. ആ പോസ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കുന്നതോട് കൂടിയിട്ട് നമുക്ക് അവിടെ ഫോൾഡറിൽ നമുക്ക് 3 ഫോട്ടോസ് അവിടെ സേവായി. അപ്പോൾ ഞാൻ തൊട്ട് ബാക്കിലേക്ക് തന്നെ പോവാണ്. ഇപ്പോൾ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും ആ ടെസ്റ്റിങ്ങിൽ നമുക്ക് 3 ഫോട്ടോസ് ഇവിടെ സേവ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ രണ്ടാമത് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഫോൾഡർ ഉണ്ടല്ലോ ടെസ്റ്റിംഗ് 2 എന്ന് പറഞ്ഞിട്ട്, അത് നമ്മൾ കൊടുത്തിട്ടുള്ളത് പബ്ലിക്കിലാണ്. അതിലും ഞാനൊരു 3 ഫോട്ടോസ് ഇവിടെ സേവ് ചെയ്യാണ്. 1 2 3 നെക്സ്റ്റ് കൊടുത്തു, ഇവിടെ പോസ്റ്റ് കൊടുത്തു. അതിലും നമുക്ക് 3 ഫോട്ടോസ് ഇവിടെ സേവ് ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മളെ ഫേസ്ബുക്കിൽ നമ്മൾ 2 ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ട് 2 ഫോൾഡറും നമ്മൾ ഫോട്ടോസ് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു ഫോൾഡർ നമ്മൾ പിന്നെ ഓൺലി മീ ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു ഫോൾഡർ നമ്മൾ പബ്ലിക്കിലും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അത് മറ്റുള്ള ഫേസ്ബുക്കിൽ അക്കൗണ്ടിലൊക്കെ മറ്റുള്ള ഫ്രണ്ട്സുകളൊക്കെ ഏത് രീതിയിലാണ് കാണുക എന്നുള്ളത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എൻ്റെ ഫേസ്ബുക്ക് ഞാനിവിടെ ലോഗൗട്ട് ചെയ്യാണ്. ലോഗൗട്ട് ചെയ്തതിന് ശേഷം വേറൊരു ഫേസ്ബുക്ക് ഓപ്പൺ ആക്കി. ഇതും ഞാൻ എൻ്റെ വർക്കിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ഫേസ്ബുക്കാണ്, എൻ്റെ ഒഫീഷ്യൽ ഫേസ്ബുക്കല്ല. അപ്പോൾ ഇതിലും നമ്മൾ ആ ഒരു ഫേസ്ബുക്ക് ഇതിൽ ഫ്രണ്ട് ലിസ്റ്റിലൊന്നും കേട്ടോ, നമ്മൾ പിന്നെ അതിൽ ഫ്രണ്ട് ലിസ്റ്റിൽ നമ്മൾ റിക്വസ്റ്റ് കൊടുത്തിട്ടും അക്സെപ്റ്റ് ചെയ്തിട്ടും കാര്യങ്ങളൊന്നുമില്ല. അത് ജസ്റ്റ് വെറും വിത്തൗട്ട് ഫ്രണ്ട്സ് ആയിട്ടുള്ള ഒരു ഫേസ്ബുക്കാണ്. ഇനി ഞാൻ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഫേസ്ബുക്കിനെ നമ്മളിവിടെ ടൈപ്പ് ചെയ്യാണ്. അത് ഞാൻ പിക്സൽ എന്നാണ് പേര് കൊടുത്തിട്ടുള്ളത്. പിക്സലാണ്. അത് പിക്സൽ എന്ന് കൊടുക്കാൻ കാരണം എന്താണ്, നമ്മൾ ഏതെങ്കിലും വേറെ പേരെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫേസ്ബുക്ക് തന്നെ ആ പേരിൽ തന്നെ കുറേ ആളുകൾ സജസ്റ്റ് ചെയ്യും. ഇതാകുമ്പോൾ നമുക്ക് പിക്സൽ KS എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അപൂർവമല്ലേ വരിക, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. അപ്പോൾ ഞാനത് ഓപ്പൺ ആക്കി. ഇപ്പോൾ ഞാനിത് ആ അക്കൗണ്ട് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ ആ ഒരു പ്രൊഫൈലിലാണ് ഇപ്പോൾ ഞാൻ വന്നിട്ടുള്ളത്. ഇപ്പോൾ ഞാൻ ഫോട്ടോസ് ഓപ്പൺ ആക്കി, അതുപോലെ തന്നെ ആൽബം ഓപ്പൺ ആക്കി. ഇപ്പോൾ നമുക്ക് ഇവിടെ നോക്കിയാൽ മനസ്സിലാവും ആ ടെസ്റ്റിംഗ് 2 എന്ന് പറഞ്ഞിട്ടുള്ള ആൽബം നമ്മൾ പബ്ലിക്കിൽ കൊടുത്തത് മാത്രമാണ് നമുക്കിവിടെ ഷോ ആകും. ഇപ്പോൾ വേറെ ഒരാൾ നമ്മളെ ഫേസ്ബുക്ക് പ്രൊഫൈൽ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഇതുപോലെ പബ്ലിക്കുള്ള ഫോട്ടോസുകൾ നമ്മളെ ഫ്രണ്ട്സ് അല്ലെങ്കിലും, ഇപ്പോൾ ഈ പുള്ളി എന്തായാലും ഈ ഒരു അക്കൗണ്ടിൽ ഫ്രണ്ട്സ് അല്ലല്ലോ, എങ്കിൽ പോലും ഇത് പബ്ലിക് ആയതുകൊണ്ട് ആ ഒരു ഫോൾഡറിലുള്ള ഫോട്ടോസ് ഇവിടെ ഷോ ആയി വന്നിട്ടുണ്ട്. മറിച്ച് നമ്മളുടെ വേറൊരു ടെസ്റ്റിംഗ് മാത്രമായിട്ടൊരു ഫോൾഡർ ഉണ്ടാകില്ല നമ്മൾ ലോക്ക് ചെയ്തത്, അത് ഇതിൽ വന്നിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് ഏറെക്കുറെ മനസ്സിലാക്കിയിട്ടുണ്ടാവും വിചാരിക്കണം. ഇതുപോലെയാണ് നമുക്ക് ഫേസ്ബുക്കിൽ ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ട് പിന്നെ ഫോട്ടോസ് അപ്ലോഡ് ചെയ്യുക. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓൺലി മീ എന്ന് പ്രത്യേകം ആക്കണം. അത് ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മളെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ നമുക്ക് പല രീതിയിലും നമുക്കത് കസ്റ്റമൈസ് ചെയ്യാം കേട്ടോ. അതായത് നമുക്ക് ഫ്രണ്ട്സിന് മാത്രമാണെങ്കിൽ ആ ഫോൾഡർ കാണിക്കുക, അത് പബ്ലിക് ഒഴിവാക്കിയിട്ട്. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഏതൊക്കെ ഫ്രണ്ട്സ് കാണാതിരിക്കണം അതും നമുക്ക് വേണമെങ്കിൽ സെറ്റ് ചെയ്യാം. അപ്പോൾ 1000 ഫ്രണ്ട്സ് എനിക്കുണ്ട്, അതിൽ 5 ഫ്രണ്ട്സിന് മാത്രം കാണരുതെന്നുണ്ടെങ്കിൽ അതും ഒരു ഓപ്ഷനായിട്ട് വരുന്നുണ്ട്. ഇനി അതല്ല നമുക്കൊരു 10 ഫ്രണ്ട്സിന് മാത്രം കണ്ടാൽ മതിയെങ്കിൽ അതും അങ്ങനെ ആക്കി വെക്കാം. അപ്പോൾ ഏറെക്കുറെ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും വിചാരിക്കണം. ഇതുപോലെയാണ് നമ്മൾ ഫേസ്ബുക്കിൽ പിന്നെ ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ട് ഫോട്ടോസ് അപ്ലോഡ് ചെയ്യുക. ഇനി നമുക്ക് അടുത്ത് ഇപ്പോൾ പിന്നെ ഒരു വീഡിയോയിൽ നമുക്ക് എന്തായാലും നമ്മളെ പ്രൊഫൈൽ ഇപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു പുള്ളിയുടെ ഈ ഒരു അക്കൗണ്ടിൽ നിന്ന് കണ്ടപ്പോൾ ഞാനിപ്പോൾ ആ ഒരു പുള്ളിയുടെ പേര് കൊടുത്തിട്ട് ഇതൊരു പിക്സൽ എന്നുള്ളത് ഓപ്പൺ ആക്കിയത്. ഇത് നമുക്ക് മറ്റുള്ളവർ നമ്മളെ ഫേസ്ബുക്ക് ആരെങ്കിലും ഇതേപോലെ പ്രൊഫൈൽ ഓപ്പൺ ആക്കിയിട്ട് നമ്മളുടെ ഫോട്ടോയിൽ കയറിയിട്ട് ഫോട്ടോസ് കാണാൻ ശ്രമിക്കുന്നുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു മെത്തേഡ് ഉണ്ട്. ആരൊക്കെയാണെന്നുള്ള അറിയാം. അതുപോലെ തന്നെ നമ്മുടെ ഫ്രണ്ട് ലിസ്റ്റിൽ ഉദാഹരണത്തിന് എൻ്റെ ഫേസ്ബുക്ക് ഞാനിവിടെ അക്കൗണ്ട് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഇങ്ങനെ ഓപ്പൺ ആക്കിയ സമയത്ത് ഇപ്പോൾ ഈ ഒരു പുള്ളിനെ നമ്മളിവിടെ ഓപ്പൺ ആക്കിയ സമയത്ത് നമുക്ക് ആ പുള്ളിയുടെ കംപ്ലീറ്റ് പ്രൊഫൈലും കാര്യങ്ങളും അതിൻ്റെ വീഡിയോസ് ഫോട്ടോസ് കാര്യങ്ങളൊക്കെ വന്നു. എൻ്റെ പിന്നെ ഒഫീഷ്യലായിട്ടുള്ളൊരു ഫേസ്ബുക്കാണിത്. ഇത് ഓപ്പൺ ആക്കുന്ന സമയത്ത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഷമീർ ലോക്കലീസ് പ്രൊഫൈൽ എന്നുള്ളത് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ എനിക്ക്
4900 ഫ്രണ്ട്സുകളുണ്ട്, അത് ആരൊക്കെയാണെന്നറിയാം. അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിലും അക്സസ് ചെയ്യാൻ പറ്റും. പക്ഷേ എൻ്റെത് ലോക്കാണ്, ഒന്നും അക്സസ് ചെയ്യാൻ പറ്റില്ല. ഇവിടത്തോടെ ഒന്ന് കഴിഞ്ഞാൽ സ്റ്റോപ്പാണ്. ഇവിടെ തൊട്ട് താഴെ ഷെമീർ ലോക്കഡ് ഈസ് പ്രൊഫൈൽ എന്ന് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഏത് രീതിയിലാണ് സെറ്റ് ചെയ്യുക എന്നുള്ളത് ഞാനൊരു അടുത്തൊരു വീഡിയോയിൽ പറയാം. അതുപോലെ തന്നെ നമുക്ക് ഫേസ്ബുക്ക് നമുക്ക് എങ്ങനെയാണ് മോണിറ്റൈസേഷൻ ചെയ്യുക, ഞാൻ അതുപോലെ തന്നെ ഫേസ്ബുക്ക് വഴി നമ്മൾ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോസിനും പോസ്റ്റിനൊക്കെ നമുക്ക് എങ്ങനെയാണ് നമ്മൾ അക്കൗണ്ടിലേക്ക് പൈസ വരിക എന്നുള്ളതിനെ കുറിച്ചിട്ട് അങ്ങനെ A to Z കാര്യങ്ങളൊക്കെ നമുക്ക് യൂട്യൂബ് മോണിറ്റൈസേഷനെ കുറിച്ചിട്ടൊക്കെ നമുക്ക് സ്റ്റെപ്പായിട്ട് 1 by 1 ആയിട്ടുള്ള ഓരോ വീഡിയോസുകൾ എന്തായാലും നമുക്ക് ഉൾപ്പെടുത്താം. ഈ ഒരു മെത്തേഡ് അറിയുന്നവർക്ക് എന്തായാലും ഇത് ലാഗ് അടിച്ചിട്ടുണ്ടാകും. കാരണം ഇത് ഞാൻ പറഞ്ഞല്ലോ 15 വർഷത്തോളം മുന്നുള്ള ഒരു ഫീച്ചറാണ്. ഇപ്പോഴും ചില ആളുകൾക്ക് ഇതിനെക്കുറിച്ച് അറിയാത്തത് കൊണ്ടാണ് ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ അതുപോലെ തന്നെ ഇതിപ്പോൾ നമ്മളുടെ ഫോൺ കൊണ്ട് നമ്മൾ പിന്നെ എടുക്കുന്ന ഫോട്ടോസ് കാര്യങ്ങളൊക്കെ സാധാരണ ചില ആളുകളൊക്കെ സ്റ്റോറേജ് ഫുള്ളായത് കാരണം ഡിലീറ്റ് ചെയ്യാറാണ് പതിവ്. നമുക്ക് ഇഷ്ടപ്പെട്ട സോങ് അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട വീഡിയോസുകൾ കാര്യങ്ങളൊക്കെ ഈ സ്റ്റോറേജ് ഫുള്ളായി കഴിഞ്ഞാൽ എന്ത് ഫയലുകളായിക്കോട്ടെ ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് നമുക്ക് നമ്മളെ ഫേസ്ബുക്കിൽ ഇതേപോലെ ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ട് അതിൽ സ്റ്റോർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും വർഷം ഒരു 10 വർഷം കഴിഞ്ഞാൽ പോലും നമുക്ക് അതിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാം. നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഏത് ക്വാളിറ്റിയാണ് ഒരു മാറ്റം വരില്ല കേട്ടോ. നമ്മളിപ്പോൾ ഒരു 50 MB ഒരു ഫോട്ടോ ആണെങ്കിൽ നമുക്കത് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വാട്സപ്പിലൊക്കെ നമ്മൾ കംപ്രസ് ചെയ്യുന്ന രീതിയൊന്നുമില്ല. നമുക്ക് ഫേസ്ബുക്കിൽ നമുക്ക് അപ്ലോഡ് ചെയ്ത ഏത് ക്വാളിറ്റി ആണെങ്കിലും ആ ക്വാളിറ്റിയിൽ തന്നെ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം. സോ ഈ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഞാൻ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം. ഞാൻ കുറേ കാര്യങ്ങൾ പറയണമെന്ന് വിചാരിച്ചാൽ നമുക്ക് ഫ്രണ്ട്സുകളെ ID എങ്ങനെ, അതുപോലെ തന്നെ നമ്മളെ പ്രൊഫൈൽ എങ്ങനെ ലോക്ക് ചെയ്യുക, അതുപോലെ തന്നെ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇനിയും ഫേസ്ബുക്കിൽ അറിയാത്ത ആളുകളുണ്ട്. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ട് ഞാൻ എന്തായാലും ഇനിയും വീഡിയോകൾ ഉൾപ്പെടുത്താം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത നല്ലൊരു ടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ കൊണ്ടുവരാം. ബൈ.